ഏതായാലും നമ്മുടെ ആലപ്പുഴയിൽ രക്ഷാപ്രവർത്തനം നടത്തിയ ബിരുദന്മാർ 5 പേരും ഇപ്പോൾ ഒളിവ് ജീവിതത്തിൽ നിന്ന് അവർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഒളിവിലെ ഓർമ്മകളൊക്കെ ഇനി എഴുതുമായിരിക്കും. ഒരാൾ ഒളിവിലിരുന്നുകൊണ്ടും നിരന്തരം ഫേസ്ബുക്കിൽ പാട്ട് ഇടുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അവർ പുറം ലോകത്തെത്തി, അന്വേഷണ സംഘത്തിന് മുന്നിലെത്തി. അവിടെ വരുന്നൊരു ചോദ്യമുണ്ട്. ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം മാരകമായി മർദ്ദിക്കാൻ ഉപയോഗിച്ച ആ ലാത്തി എവിടെ? ആയുധം, ഇവരുടെ മാരകായുധം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ ലാത്തി കണ്ടില്ല. ആ ലാത്തി ഹാജരാക്കാൻ സാധിച്ചില്ല എന്നും പറഞ്ഞാണ് ഇവർക്ക് കോടതി ജാമ്യം കൊടുത്തതിൽ ഒരു കാരണം ആയിട്ട് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾ പോലീസിൻ്റെ കയ്യിൽ നിന്ന് ലാത്തി വാങ്ങി അടിയും കൊടുത്തേച്ച് ഞങ്ങൾ തിരിച്ച് ലാത്തി അവിടെ കൊടുത്തു. അപ്പോൾ ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു, ബാക്കി ലാത്തി അവിടെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കോടതിയിൽ പറ്റിയ ഒരു പിഴവ്. അപ്പോൾ ഈ പറഞ്ഞ 5 പേരെയും 3 ദിവസത്തേക്ക് ചോദ്യം ചെയ്യാൻ ഇവർ നിയോഗിച്ചിട്ടുണ്ട്. ഇവർ 5 പേരും പഠിച്ചിട്ട് വന്ന ഒരേ രീതിയിൽ ഉത്തരം അവരെ വക്കീലന്മാർ വന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്താണ്? ഞങ്ങൾ നടത്തിയത് കൃത്യനിർവഹണമാണ്, ഔദ്യോഗിക കൃത്യനിർവഹണമാണ്. അതെങ്ങനെ കുറ്റമാകും എന്നുള്ള ചോദ്യം. അപ്പോൾ ഇവിടെ പോലീസ് തെളിയിക്കേണ്ടത് എന്താ? അന്വേഷണ സംഘം തെളിയിക്കുന്നത് എന്താ? ഇവർ നടത്തിയ കുറ്റകൃത്യം എന്താണെന്ന് വേണം തെളിയിക്കാൻ. ഇപ്പോൾ ഇവർ പറയുക ഇത് അന്വേഷണത്തിൻ്റെ ഭാഗമാണ്, ഞങ്ങളുടെ അന്വേഷണം ഞങ്ങളുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്, ജോലിയുടെ ഭാഗമാണ്. മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകന്മാരാണ് ഞങ്ങൾ, അവിടെ ആക്രമണം ഉണ്ടാവുന്ന കാര്യം ഞങ്ങൾ ഇടപെട്ടു. അപ്പം മുഖ്യമന്ത്രിക്ക് നേരെ ഇങ്ങനെ നിരന്തരമായിട്ട് വരുന്നു. ഇപ്പം ഇവർ പറയുന്ന വേറൊരു ആവശ്യം, ഇവന്മാർ വണ്ടിയെ വന്ന് അടിച്ചു, വണ്ടിക്ക് മുമ്പിൽ കയറി നിന്നു എന്നൊക്കെ ഇവർ പറയും. അതിന് വിഷ്വലൊന്നും വേണ്ട, ഒരു കോടതിയിൽ പറയും. എന്ത് വിഷ്വലാണ്? വിഷ്വൽ ഉണ്ടായിട്ട് ഇവിടെ MP ജയരാജൻ പറഞ്ഞതാണ്, നോക്ക് ആ വിഷ്വൽ ചൂണ്ടിക്കാണിച്ചിട്ടാ അതിനകത്തൂടെ നോക്കുക, കണ്ടോ വീണയുടെ പടലിൽ കഴുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുള്ള വില്ലന്മാരുള്ള സ്ഥലമാണ്. പിന്നെ വക്കീലന്മാരാകുമ്പോൾ അതിൽ കൂടുതൽ പറയുമല്ലോ. അത് അവരുടെ ആവശ്യത്തിന് വേണ്ടി അവരെന്തും പറയും. എന്താണെങ്കിലും ശരി, കേരളം തന്നെ വളരെ അതിശയത്തോടെ നോക്കി നിന്ന ഒരു കോടതി വിധിയാണ് കഴിഞ്ഞ ദിവസം വന്നത്. ഈ 5 പേർക്കും മുൻകൂർ ജാമ്യം കൊടുത്തിരിക്കുകയാണ്. എന്തിന്? 2 പിള്ളേരെ തലക്കടിച്ചു കൊല്ലാൻ നോക്കി. അതിന് കോടതി പറയുന്ന ന്യായാന്യായങ്ങൾ കേട്ടിട്ട് സാധാരണ മനുഷ്യർ മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുക. ഇതെന്താ ഇവിടെ നടക്കുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. അല്ല, എന്തായാലും ഈ ഇവരെ ചോദ്യം ചെയ്യുമ്പോഴൊക്കെ തന്നെ ഇവർ കൃത്യമായി പഠിച്ചിട്ടാണ് വന്നത് മനസ്സിലായി. അതെ, അവർ പോലീസുകാരായിരുന്നുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ വശം അറിയാം. പിന്നെ വക്കീൽ പറഞ്ഞു കൊടുത്ത് കാണും. ഇതെല്ലാം കൂടെ വെച്ച് വളരെ സമർത്ഥമായ രീതിയിൽ ഈ ആയുധം ഇവിടെ നിന്ന് കണ്ടെത്തണ്ടേ ആദ്യം. പോലീസിൻ്റെ ലാത്തി ഒന്നുമല്ല, അവിടെ കടൽ പോലെ കിടക്കുക ലാത്തികൾ. തിരുവനന്തപുരത്ത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ മുന്നിൽ ലാത്തി കൊണ്ട് ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാകും. ലാത്തി മാത്രം ഉപയോഗിച്ച് പഴയ ലാത്തികളെല്ലാം കൊണ്ട് ഒരു വളരെ ഒരു പ്രത്യേക രൂപത്തിലുള്ള ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് പ്രതീകാത്മകമായിട്ട് അങ്ങനെയാണ് ഈ DGP ഓഫീസിന്റെ മുന്നിൽ വെച്ചേക്കണത് നമുക്ക് അറിയില്ല. അതുപോലെ ഈ ലാത്തിക്ക് എന്ത് സംഭവിച്ചതിനെ എങ്ങനെ അറിയാം? പണ്ട് ഈ പറയുന്ന നട്ടല്ലൂരി കൊട്ടയിലാക്കും എന്ന് പറയും. അതായത് പോലീസിന്റെ ഒരു രീതി അങ്ങനെയാണ്, നിന്റെയൊക്കെ നട്ടല്ലൂരി കൊട്ടയിലാക്കും എന്ന് പറയും. ഇതൊരു പ്രാസം ഒപ്പിച്ച് പറയുന്നതാണ്. എങ്കിൽ പോലും ഈ പറയുന്ന ലാത്തി കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതായത് ഓരോ പോലീസിൻ്റെതായിട്ടുള്ള ഓരോ ഉപകരണത്തിനും കണക്കുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ലാത്തി എവിടെ, എപ്പോൾ, ആരുടെ കയ്യിൽ നിന്ന് ഇവർ വാങ്ങി പറ്റിയാലും തിരികെ കൊടുത്താൽ ഇപ്പം ലോക്കൽ പോലീസിൻ്റെ കയ്യിൽ നിന്ന് ലാത്തി വാങ്ങിയില്ല. ഒരു ലാത്തിയും അതിൻ്റെ സാധനവും എല്ലാം രജിസ്റ്റർ ഉണ്ട് അവിടെ. ഈ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് അന്നത്തെ ദിവസം ആരാ ഉപയോഗിച്ച്, ഈ ഡിസംബർ 23-നാണ് ഇത് നടക്കുന്നത്. അപ്പം അന്നത്തെ ദിവസം ആരാണ് ഉപയോഗിച്ചത്, അത് ഉപയോഗിച്ച ആൾക്കാർ ഏത് ലാത്തിയാണ് ഉപയോഗിച്ചത്. പക്ഷേ പോലീസിൻ്റെ കയ്യിൽ ഇത്തരം ഒരു ലാത്തി ഉണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഈ ലാത്തി ഉപയോഗിക്കാനുള്ള അതെ അനുമതിയില്ല. അവർക്ക് ഇവിടെ ഇറങ്ങി ലാത്തി വേറൊരാടെ മേടിച്ച് അടിക്കേണ്ട കാര്യവും ഇല്ല. അതാണല്ലോ ഇവരുടെ പ്രധാനപ്പെട്ട. അതിനുശേഷം ഇവർ VIP-ക്ക് ഒപ്പം നിന്ന് VIP-യുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ആളാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വെളിയിൽ നിന്ന് ഈ പരാക്രമം നടത്തിയിട്ട് പോയത്. വണ്ടി നിർത്തുകയാണ് അവർ. അപ്പോൾ അതാണ് അതിനകത്ത് സംഭവിച്ചത്. അപ്പോൾ ഈ ലാത്തി ഇനിയും കണ്ടെത്തുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അപ്പോൾ എന്തായാലും ഈ 5 പേരും തത്ത പഠിച്ച പോലെ പറയുന്ന പോലെ പഠിപ്പിച്ചിട്ടാണ് ഇവരെ കൊണ്ടുവന്നത്. തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും, പ്രത്യേകിച്ച് നമുക്കറിയാം, ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്തു വന്നാൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ എന്തായിരിക്കും പറയുക? അയാൾക്കറിയാമല്ലോ ഇതിൻ്റെ ഡിഫൻസ് എങ്ങനെ എടുക്കണം. അതാണ് കാര്യം. ഇവർക്ക് കൃത്യമായി ഇത് ഇത്രയും സർവീസുള്ള ആളുകളാണ് ഇവരെല്ലാവരും. അവർ കൃത്യമായിട്ട് അറിയാം എന്തൊക്കെ ഉടായ്പാട് പറയാൻ പറ്റുമെന്നുള്ള കാര്യം അവർ കൃത്യമായിട്ട് അറിയാം. പിന്നെ വക്കീലുകൾ പഠിപ്പിക്കുമ്പോൾ ഭംഗിയായി പൂർണ്ണമായി. പിന്നെ ഇവരുടെ മനോഭാവത്തിൽ യാതൊരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഭരണം മാറിയെങ്കിലും ഇനിയൊക്കെ എന്നെ എന്തോ കാണിക്കാനാന്നുള്ള ഒരു ഉച്ചഭാവത്തിലാണ് ഇവരുടെ വരവും പോക്കുമല്ല. ഞാൻ പിണറായി വിജയൻ്റെ സ്വന്തം ആളാണ്,
നീയൊന്നും എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ പാർട്ടിക്കാരാണ്, പാർട്ടിക്കാരെ എല്ലാം പോലീസ് നിയോഗിച്ചിട്ട് എതിർ പാർട്ടിക്കാരെ ഇതിൽ ഈ അൽ കല്ലൂരിൻ്റെ പാട്ടുരംഗങ്ങൾ ഇത് ഫേസ്ബുക്ക് ഇടുമ്പോൾ താഴെ വന്ന് ഹോ 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 വിളിക്കുന്നവർ ഒരുപാട് നമ്മുടെ നാട്ടിലെ മാധ്യമപ്രവർത്തകർ പോലും ഉണ്ടെന്നുള്ളതാണ്. രസകരമാണത്. അവരെല്ലാവരും അല്ലേട്ടാ നിങ്ങൾ ഭയങ്കര മാസമാണ്, നിങ്ങൾ സംഭവമാണ്, നിങ്ങളുടെ പാട്ട് കേട്ട് ഞാൻ കോരിത്തിരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ ഇടുന്നുണ്ട്. ഇയാൾ പല പാട്ട് ചുണ്ടനൊക്കെയാണെന്ന് പാടുന്ന അതാണെന്ന് തോന്നുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ കേരള പോലീസിനെ എവിടെ കൊണ്ട് എത്തിക്കും എന്നുള്ള ഒരു പിടിയും കിട്ടുന്നില്ല. ഇവരൊക്കെ ഈ ഉള്ള അമിത വിധേയത്വം അത് പണ്ടും അങ്ങനെയായിരുന്നു. രാജഭരണകാലത്തും ഇങ്ങനെയാണെന്ന് പറയാം. രാജാവിനോട് ഇങ്ങനെ ചേർന്ന് നിന്ന് പലരും കാര്യം സാധിക്കുന്ന പോലെ ഈ ജനാധിപത്യം വന്നപ്പം ഇതൊക്കെ ഇഷ്ടപ്പെടുകയും ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ ചെയ്യുന്ന ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. ഈ തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ തന്നെ അത് പിന്നീട് ഒരു ആചാരമായി മാറി. ഇതിനൊക്കെ മാറ്റം വരുത്താൻ വി ഡി സതീശനെയൊക്കെ പോലെയുള്ള പുതുതലമുറയിലെ രാഷ്ട്രീയ നേതാക്കന്മാർ ശ്രമിക്കണം. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു റീൽസ് കണ്ട് അദ്ദേഹത്തിൻ്റെ കാറ് കടന്നു വന്ന സ്ഥലത്തൂടെ ഒരു എസ്കോർട്ട് ഒരു പൈലറ്റേ ഉള്ളൂ. ഞാൻ ഇടയ്ക്ക് പട്ടത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം പോകുന്നുണ്ട്, ഒരു എസ്കോർട്ട് ഒരു പൈലറ്റ്, അത്രയേ ഉള്ളൂ. ആവശ്യമൊന്നുമില്ല. ഇതിപ്പം നമുക്കറിയാം ഈ കേസ് വളരെ സങ്കീർണമാണ്. ഈ തലക്കടിച്ചു കൊല്ലം ലോക്കൽ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കിയതാണ്. ആ റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ കോടതിയിൽ ഇവർ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തപ്പോൾ ഈ റിപ്പോർട്ട് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതെ. അപ്പോൾ അതിനുവേണ്ടി ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്താൽ ഈ ഗൺമാന്മാരടക്കം കുടുങ്ങും, ഈ 5 പേരും കുടുങ്ങും. ഉടനെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് MR അജിത് കുമാറിന് വിളിയെത്തുന്നു. MR അജിത് കുമാർ ആ കേസിൽ ഇടപെടുന്നു, ഡയറക്റ്റ് ഇടപെട്ടു എന്നുള്ളതാണ്. സാധാരണ നമ്മളിപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ച് നമ്മുടെ ഒരു കേസ് സംസാരിക്കുമ്പോൾ, അല്ലെ നമ്മുടെ വേണ്ടപ്പെട്ടവരൊരു കേസ് സംസാരിക്കുമ്പോൾ, അവർ താഴെ ഇരിക്കുന്ന സ്റ്റേഷനിലുള്ള ഇപ്പോൾ SI ആണോ CI ആണോ അത് ഇന്ന പോലെ ഒരാൾ വരുന്നുണ്ട്, അയാൾക്ക് എന്തുവാന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞു വിടത്തല്ലേ ഉള്ളൂ. ഇവിടെ അതല്ല സംഭവിച്ചു. ഇവിടെ ഈ ADGP എന്ത് ചെയ്തു? അയാൾ നേരിട്ട് ഇടപെട്ടിട്ട് അയാളുടെ 2 കിങ്കരന്മാരെ ഉപയോഗിച്ച് ഇവരെ വരട്ടിയിട്ട് ഇത് ഇങ്ങനെ എഴുതിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് അങ്ങനെ എഴുതാതെ നിന്നപ്പോൾ അയാൾ തന്നെ അത് ഉറപ്പിച്ചു. എവിടെ? അയാൾ വയനാട് ദുരന്ത സ്ഥലത്ത് നിന്നുകൊണ്ട് വിളിച്ച് ഇയാളുടെ ഓഫീസിൽ വിളിച്ച് അവന്മാർ വന്നോ എന്താ എഴുതിക്കുന്നത് ഇങ്ങനെ ഈ രീതിയിൽ എഴുതി അത് അദ്ദേഹത്തെ കാണിച്ച് അപ്രൂവൽ വാങ്ങിച്ച് കൊണ്ടുപോയിട്ടാണ് കോടതിയിൽ സമർപ്പിച്ചിട്ട് ആ കേസ് റൈറ്റ് ഓഫ് ചെയ്യാൻ ശ്രമിച്ചത്. അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ചെന്നപ്പോൾ ഈ എന്താണ് SIമാർ പൊട്ടിക്കരഞ്ഞു എന്നാണ് പറയുന്നത്. അതെ, അന്ന് ബോധം കെട്ട് വീണ് ആദ്യം ഈ ഗ്രേഡ് SIമാരുടെ മുന്നിൽ അവരെക്കായി ഉയർന്ന സർവീസുള്ള ഉദ്യോഗസ്ഥൻ വരെ കൈയും കൂപ്പി നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അതെ. അങ്ങനെ എന്തായാലും ശരി, ആ സത്യമെല്ലാം പുറത്തു വന്നു. ഈ യുവാക്കളുടെ തലയ്ക്ക് അടി കിട്ടി. അതിനകത്ത് വധശ്രമം എന്നുള്ളത് ആദ്യമേ ചുമത്തേണ്ട വകുപ്പാണ്. മാത്രമല്ല അന്ന് അടി കിട്ടിയ ക്രൂരമായ മർദ്ദനേറ്റ ഒരാൾ MLA ആണ് ഈ സംസ്ഥാനത്ത്. അതെ. അതുകൊണ്ട് ഇനിയുള്ള സമയത്ത് അവർ MLA എന്നുള്ള അദ്ദേഹം ചില പ്രിവിലേജസ് ഉണ്ട്. അദ്ദേഹത്തിന് പിന്നെ അന്വേഷണമാണെങ്കിൽ വേറൊരു രീതിയിൽ കൂടെ മുന്നോട്ട് നീങ്ങാം. അദ്ദേഹം നിയമസഭാംഗമാണ്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ഒരു പ്രശ്നമുള്ളത് ഇവരുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കി അവരെ ചോദ്യം ചെയ്യലും അവരെ മൊഴിയെടുപ്പ് കഴിഞ്ഞു. പിന്നെ ഈ മുൻകൂർ ജാമ്യം അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. ഇനി ഹൈക്കോടതി പോയാലും ഹൈക്കോടതി നിങ്ങളുടെ ഇതെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് പിന്നെ നിങ്ങൾക്ക് രാഷ്ട്രീയ ലക്ഷ്യമായിരിക്കും, ഇവരെ അകത്തിടണമെന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യമായിരിക്കും. എന്തായാലും ഇനി സർവീസിലേക്ക് ഇവരെ സർവീസിൽ പ്രശ്നമുണ്ടാവും. ഈ സസ്പെൻഷൻ നിൽക്കുന്നവർക്ക് അവർ പക്ഷേ ഇപ്പോൾ ട്രിബ്യൂണലിലേക്ക് സമീപിച്ച് ഇതെല്ലാം എടുത്ത് കളയും. അവർ വീണ്ടും സേനയിൽ കയറും. ഏതായാലും ഒരു അപ്രധാന അവസ്ഥയിൽ 5 കൊല്ലം ജോലി ചെയ്യും. വീണ്ടും ഇതുപോലെ പിണറായി വിജയനോ അല്ലെ LDFന്റെ ഏതെങ്കിലും കക്ഷികളോ കയറി വരുമ്പോൾ അവർ വീണ്ടും നാട്ടുകാരെ തലതിരിച്ചെടുക്കാൻ ഇറങ്ങി. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. എന്താണെങ്കിലും വല്ലാത്ത ഒരു അവസ്ഥ തന്നെയാണ്. കേരളത്തിലെ ജനങ്ങൾ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതെന്താണ് ഇവിടെ അവസാനം ബംഗാളിലെ പോലെ സംഭവിക്കും. ജനങ്ങൾ ഇവരെ തെരുവിലിട്ട് നേരിടും. അത്രേ ഉള്ളൂ. ഇവർ സർവീസ് തിരിച്ചു കയറി വീണ്ടും പഴയ പരിപാടി നാട്ടുകാർ ജയിക്കും. ഇവരുടെ കൂസലില്ലായ്മയാണ് നമ്മളെ ഏറ്റവും ഇതാക്കുന്നത്. നീയൊക്കെ ഞങ്ങളെ തമ്പുരാൻ രക്ഷിക്കും, അതായത് പിണറായി തമ്പുരാൻ ആ വെളിയിലാണെങ്കിലും രക്ഷിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം അവർക്ക്. തമ്പുരാനായി രക്ഷിക്കും എന്നുള്ള ചോദ്യം മാത്രമേ ഇപ്പോൾ അവശേഷിക്കൂ. അത്രേ ഉള്ളൂ.